സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ 1950 അടിയോ നോക്കാൻ പോകണം ഗൈസ്. 7+ കൂടെ വേണ്ടുള്ളൂ. യെസ്, അപ്പം കഴിഞ്ഞ മാച്ചിലൊക്കെ 8 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 8 കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓരോരോ ഘട്ടങ്ങൾ കഴിയുന്നോറും ഓരോ പോയിന്റ് വെച്ച് കുറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. ഇത്രയും വന്നോ? ഹിയർ വി ഗോ ഗൈസ്. ഡിവിഷൻ 2 ആണ്. നമ്മൾ 2200 റാങ്കിലുണ്ട് ഗൈസ്. നമുക്ക് ഇപ്രാവശ്യം 1000-ൻ്റെ ഉള്ളിൽ എത്തണം എന്നാണ് ഒരാഗ്രഹം. നോക്കാം. അല്ലെങ്കിൽ ഹാലൻഡ് ഫുൾ ഫോം, സെക്കൻഡ് ഹാഫ് ലൗട്ടേറോ ഫോം, അതേപോലെ മെസ്സി മാറ്റം, ആന്റോയിൻ ഗ്രീസ്മാൻ, വിർജിൽ വാൻ ഡൈക്ക് മതി. ആങ്കറിങ് ആണ് ആടൽ. 2 CF ആങ്കറിങ് കൊടുക്കും. ലൗട്ടേറോ ആൻഡ് റുമ്മി അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഹെയർ ഫുൾ മെസ്സി ആയിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ഹിയർ വി ഗോ. ഓക്കെ, ലൗട്ടാറോ, റോഡ്രി, അക്കാഞ്ചി, ഈസി ഗൈസ്. നമ്മൾ സ്ലോലി ബിൽഡപ്പാണ്. ഭയങ്കര ലാഗ് ഗെയിം പ്ലേ ആയിരിക്കും, പക്ഷേ ജയിക്കണ്ട ഗൈസ്. റുമ്മി, there is no option guys. റോഡ്രി, കമോൺ. നെയ്മാർ ഇവിടെ വരുന്നില്ലടാ അവൻ. ഞാൻ ഓൾ ഓവർ ഇട്ടാണ്, പക്ഷെ വർക്കിംഗ് ആവുന്നില്ല. ഗ്രീസ്മാൻ അതെന്താണ് ഉച്ച. മേലെ നിന്ന് വർക്ക് എടുക്കുന്നുണ്ട്. ഓ, അവിടെ ഞാൻ പോകുന്ന പ്രതീക്ഷയില്ല. ഞാൻ വെറുതെ ഡബിൾ ടച്ച് ഇട്ടിയാ. നല്ല കിട്ടിലും പോലെ ചെയ്തു റൂമി. കാരണം അവിടെ പ്ലെയർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ ടച്ച് തന്നെ വർക്കാവും എനിക്ക് ഉറപ്പുണ്ടായില്ല. വെറുതെ ഒരു ഡബിൾ ടച്ച് ഇട്ട് നോക്കിയതാ. അതിൻ്റെ ഇടയ്ക്ക് വർക്ക് എന്തോ വർക്ക് അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നു. നെയ്മാർ, Rumi, one touch pass back to Rumi. Rumi full on full power guys. Let's go. 2-0. Rumi ഇന്ന് ഫുൾ പവറിലാണ്. 2 ഗോൾ അടിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 15 മിനിറ്റ് 2 ഗോൾ അടിച്ചു. പിന്നല്ല. Here we go guys. നമ്മൾ അങ്ങനെ 1950 അടിക്കുമോ എന്നുള്ള ഒരു ഇതിലാണ്. ഇനി എപ്പോൾ വേണമെങ്കിൽ കമ്പാക്കൊക്കെ അടിക്കാം. ഈസി. പാസ് ശരിയല്ല. എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര കളിയായിരിക്കും, പിന്നെ അങ്ങോട്ട് അവരൊക്കെ ചളിയാവും. റൊമാരിയോൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ഞാൻ യൂസ് ചെയ്യലില്ല. പക്ഷെ നോക്കാം, റൊമാരിയോ ചിലപ്പം 2-3 കളി ഡൗൺ ആയതായിരിക്കും. റുമി കിട്ടി. എടാ നല്ല മണ്ടത്തരം കാണിക്കാൻ പോയതായിരുന്നു, രക്ഷപ്പെട്ടു. റോഡ്രി, അക്കാഞ്ചി, കമോൺ. ലൗട്ടേറോ പാസിങ് ആണല്ലോ ലൗട്ടേറോൻ്റെ മെയിൻ. ഗ്രീസ്മാൻ ഡബിൾ ടച്ച്, കേള്, ഗോൾ. അവിടെ അടിച്ചടാ. ഞാൻ ഇത് നേരത്തെയും ഡബിൾ ടച്ച് ഇട്ട് ഞാൻ അടിക്കൂലെന്ന് വിചാരിക്കുന്നൊക്കെ അടിക്കണ്ടല്ലോ ഇവർ. ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പ്ലേയേഴ്സിനെ. ഈസി 3-0. അയ്യോ, ഓക്കെ. കോർണറല്ല, ഗോൾ കിക്കാണ്. അവൻ്റെ കാലിലിട്ടില്ല. മെല്ലെ കളിക്കുള്ളൂ ഗൈസ്. ഓൾറെഡി 3-0 ആണ്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായി കളിക്കണം. ഇങ്ങനെയൊക്കെയാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. മെല്ലെ കളിച്ചാലും ഞാൻ ഇത്ര ചെറിയ ടൈം കൊണ്ട് തന്നെ ഇപ്പുറത്തെ നല്ല അറ്റാക്ക് ക്രിയേറ്റ് ആയില്ലേ. ഫാസ്റ്റ് കളിക്കുമ്പോൾ ചിലപ്പം ബേജാറായിട്ട് എന്തെല്ലോ കളിക്കും. 1 ടച്ച് പാസിങ്ങിലാണ് മെയിൻ ഗൈസ്. ഗ്രീസ്മാൻ, റുമി, ലൗട്ടേറോ. ഞാൻ റുമി അങ്ങനെ ഓടുന്നു പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലടാ. കമോൺ നെയ്മാർ. ഇങ്ങനെ സ്പീഡ് ഉണ്ട് എൻ്റെ ഈ കാർഡിന്. പക്ഷെ ഓക്കെ, നെയ്മാർ ക്രോസ്. ഹാൻഡ് ബോളാടാ അതൊക്കെ. ഈ ഫുട്ബോൾ ഹാൻഡ് ബോൾ കൊണ്ടുവരണം ഗൈസ്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. തൊട്ടതൊക്കെ ഹാൻഡ് ബോൾ എന്ന് പറഞ്ഞിട്ട് പെനാൽറ്റി വരും, അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കും. എന്തായാലും 3-0 ലീഡിലാണുള്ളത്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഗൈസ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ തൂക്കിയിട്ടുണ്ട്. എടാ 81 പാസ്സടാ. ഇതെന്ത് ഇങ്ങനെയായിപ്പോൾ? ഫുൾ പാസിംഗ് ആണ്. 81 പാസ് ഒരു ഹാഫിൽ. ഓക്കെ, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്.
ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു 81 പാസ്, അതിൽ കംപ്ലീറ്റഡ് 72. സീനായിരുന്നു ഗൈസ്. സ്പെയിൻ്റെ കളി കളിക്കുന്നത്, പക്ഷേ പ്രൈം ടൈം ആട്ടാ, നല്ലോണം ഗോളും അടിക്കുന്നുണ്ട്. പാസിങ് മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ പാസിട്ട് കളിക്കുമ്പോൾ വെറും പാസിങ് മാത്രമാണ്, ഉള്ളിലേക്കൊന്നും കയറാൻ കഴിയൽ തന്നെ ഇല്ല. ഞാൻ വെറുതെ ബാക്കിൽ നിന്ന് പാസ് ഇടേണ്ടി വരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടി കാമായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. എന്തോ എവിടെയോ ഒരു ലക്കുണ്ട്. എടാ റിബറി സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. എടാ ഈ ഫുട്ബോളിൽ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ നല്ല കളി കളിച്ച് 3-4 ഗോൾ തന്നെയായിരിക്കും. സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്യാനും കഴിയൂല, പാസ് ഇടാനും കഴിയൂല. ഒരുമാതിരി എന്തോ ഒരു ഗെയിം മൊത്തം ചേഞ്ച് ആയ പോലെ ഉണ്ടാവുക ആ ഒരു ടൈമത്തേക്ക്. നമ്മൾ കളിയൊക്കെ മറന്നു പോയ പോലെ. എങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല, അതേപോലെ പാസ് ചെയ്യാനുള്ള ഭയങ്കര പ്രഷറായിരിക്കും, പാസ് ചെയ്യാനൊന്നും കഴിയാണ്ട്. ഓപ്പോണൻ്റ് സെയിം കളിയായിരിക്കും, പക്ഷെ നമുക്ക് സെയിം കളി കളിക്കാനില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു കുറേ ഗോള് കുറക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. ഈസി ഗ്രീസ്മാൻ, കിമിച്ച്, ഓ നൈസ് വൺ. റുമി കടാ, വൺ ടച്ച് ഒന്നും നടക്കൂലടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു 4 ഗോളൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ 3-4 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്, കളി കുറേ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മതി. പൊട്ടന് വൺ ടച്ച് പാസിങ് ഉള്ളതല്ല ഔട്ടാർക്ക്. വൺ ടച്ച് പാസിങ്ങും ഉണ്ട്, ത്രൂ ബോളും ഉണ്ട്. ത്രൂ ഇടൂല, വൺ ടച്ച് പാസിങ്ങും ചെയ്യൂല. കമോൺ കിമിച്ച്. ഓക്കെ റുമി, കമോൺ ലൗട്ടർ. കിട്ടിടാ. അയ്യോ ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ പ്രഷർ ചെയ്തതാ അവിടെ. ഓ ഔട്ടായില്ലേ. ഞാൻ പ്രഷർ പിടിച്ച് നിൽക്കിയതാ, അപ്പോഴത്തേക്കും ത്രൂ ബോളായിപ്പോയി. പ്രഷർ എന്ന് വെച്ചാൽ മാച്ചപ്പ് പിടിച്ച് നിൽക്കിയതാ. കമോൺ നൈസ് വൺ. റുമി ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടഫ്നെസ് ഒക്കെ തോന്നുമല്ലോ. ഈസി നോക്ക്, അവിടെ വീണ് കിടന്നവനൊക്കെ എണീച്ചു വന്നറാ. അതെന്ത് സ്പീഡില്, നമ്മളെ പ്ലെയർ അത്രയും സ്ലോ, പക്ഷെ അവരുടെ പ്ലെയർ ഭയങ്കര സ്പീഡ്. നെയ്മർ വൺ ടച്ച് പാസിങ് നടക്കുന്നില്ലല്ലോ. സെക്കൻഡ് ഹാഫ് ഫുള്ള് മൊയ്ന്ത് കളി കളിക്കുന്നത് എല്ലാവരും. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ഗോളൂടെ അടിച്ചാൽ നല്ല സേഫായിട്ട് പോകാമല്ലോ. കാരണം ലൗട്ടർ ഒന്നും ഓടുന്നില്ലടാ. കമോൺ ലൗട്ടർ, കമോൺ. ഓ ഹിറ്റ് പോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ നടക്കത്തില്ല ഗൈസ്. നമ്മൾ ജയിക്കും കളി, ഇങ്ങനെ ആയാൽ നമ്മൾ കളി ജയിക്കും. പക്ഷേ ഒരു ഗോൾ അടിക്കാനോട് ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ സ്കോർ ചെയ്യാൻ പറ്റില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ. എനിക്ക് അധികം ഫീൽ ചെയ്യുന്നതാണ്. എനിക്ക് മാത്രം ആണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. എന്തായാലും 5 ഷോട്ട് 4 ഔട്ട് ആക്കിയിട്ട് ലാസ്റ്റ് ഷോട്ട് പോസ്റ്റിന് അടിച്ചു കളഞ്ഞു. യെസ് 129 പാസേ ഉള്ളൂ കേട്ടോ. മാൻ ഓഫ് ദ മാച്ച് റുമിയാണ്. അപ്പം എന്തായാലും 1900 ഇനി 6+ വരുമായിരിക്കുമോ? ഇല്ല, കറക്റ്റ് 7 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1950 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. മാക്സിമം 2K അടിക്കാനുള്ള ഇത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. കഴിയുമെന്ന് അറിയില്ല, നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ബൈ.